ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്ന ഒരു ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ അവിടെ ഭയങ്കര കൊട്ടും മേളവുമാ. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുക. സൗണ്ടും കാണാൻ കേൾക്കുന്നുണ്ടോ? അപ്പം പിന്നെന്താ, പിന്നെ ഇന്നുണ്ടാക്കുന്നത് ഞാൻ അന്ന് സ്റ്റേറ്റസിൽ ഇട്ടില്ലേ ഇഞ്ചിപ്പുളി, അത് ഇപ്പോഴത്തെ ഓർഡർ പോയി. ഇനിയും പുതിയ ബാച്ച് ഇടണം. ഇത് നമ്മുടെ ബോംബെക്കാർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർ കൊടുക്കാക്കത്തില്ല. ഇനി 3-4 ദിവസമല്ല ഉള്ളു. അപ്പം നല്ല സൂപ്പറായിരുന്നു. ഒരു സ്പൂൺ നമുക്കെടുത്താൽ മതി, പ്ലേറ്റ് ചോറുണ്ടാകും. അതുപോലെ ഉണ്ടാക്കിയത്. എന്നിട്ട് അപ്പോൾ അത് സ്റ്റേറ്റസ് കണ്ടിട്ട് USA എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ബിജി അതിൻ്റെ റെസിപ്പി ഇടണേന്ന്. അപ്പം ഞാൻ വേറൊരു വീഡിയോ ഈ ഇഞ്ചിപ്പുളി ഇട്ടതിന് മുമ്പിട്ടുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടാതെ ഞാൻ ഈ ഇഞ്ചിപ്പുളിയുടെ വീഡിയോ ഇന്നിടുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ വന്നാരും പറയില്ല യു അങ്ങനല്ല ഇങ്ങനാ എന്നൊക്കെ. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പലരും പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇഞ്ചിക്കറി വേറെയുണ്ട്, ഈ കൊച്ചുള്ളിയൊക്കെ വഴറ്റി അങ്ങനെ ചെയ്യും. ഇത് അങ്ങനൊന്നുമല്ല. ഞാനത് ചെയ്യാഞ്ഞത് കാരണം നമ്മൾ കൊറിയറൊക്കെ ചെയ്യുന്നതിന് വെളിയിലൊക്കെ വെച്ച് കേടാകല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഈ വ്ലോഗിലും കാണിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഞാൻ നാളെ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് എങ്ങാണം ഈ വീഡിയോ ഒന്ന് സെപ്പറേറ്റ് ഇടാം. കാരണം ചിലർക്ക് സെർച്ച് ചെയ്യുന്നുണ്ടേ അവർക്ക് പെട്ടെന്ന് കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് വ്ലോഗിൻ്റെ അകത്ത് ആകുമ്പോൾ അങ്ങനെ അവർക്ക് കിട്ടത്തുമില്ല. പിന്നെ ചിലർക്ക് ബോറും ആകും. അതുകൊണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ പ്രൈസമോൻ രാത്രി ഇച്ചിരി കാണിക്കുന്നുണ്ട്. എന്താ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ രാത്രി ഇപ്പം ഞാൻ ഈ വൈകുന്നേരം ഈ എഡിറ്റ് ചെയ്യുന്നത് രാത്രി കേൾക്കും. ബൈ ചാൻസ് ഈ കേൾക്കാത്ത സമയത്ത് ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേഷനിൽ കേട്ടില്ലെങ്കിൽ പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ടൈറ്റിൽ എഴുതാന്നൊക്കെ തെറ്റിയിട്ടുണ്ട്. അത് ഈ ചെറുക്കൻ്റെ ബഹളം കൊണ്ടാണ്. അപ്പം ഞാൻ വടിയും കൊണ്ടാണ് ഈ കഴിഞ്ഞിടെ മീരാ റോഡിൽ നിന്ന് ചൂരൽ വടി വാങ്ങിച്ചോണ്ടോ. വടി ഇങ്ങനെ കാണിക്കുമ്പോഴേ പേടിയുണ്ട്. ഞാൻ പറയും നിനക്ക് അപ്പനെയും അമ്മയും പേടിയില്ലെങ്കിലും വടിയെ പേടിയുണ്ടെന്ന്. എന്തോ കൂട്ട്. ഓക്കെ. പിന്നെ ഒരു കമൻറ്റ് വന്ന് ചുമ്മാ എന്തോ വർത്താനം കുറയ്ക്കുന്നു. ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് വന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാവിലെ അന്നേരം മുട്ടയിൽ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അതാ ഇവിടെ പിള്ളേർക്കാണേലും ഇവർക്കൊക്കെ ഇഷ്ടം. ഡാഡിക്ക് പിന്നെ ചപ്പാത്തി ഉണ്ട്, ഇതും കൊടുക്കും ഞാൻ. അപ്പോൾ ചായ അവിടെ തിളയ്ക്കുന്നുണ്ട്. പിള്ളേർക്ക് കുടിക്കാനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് ഒന്ന് ആദ്യം മുട്ടയുടെ ലിക്വിഡ് ഉണ്ടല്ലോ, ഇത്തിരി വെള്ളം, ആ ലിക്വിഡിൻ്റെ അകത്തൊന്ന് ഒരു സൈഡ് വെച്ചിട്ട് പിന്നെ തിരിച്ചായിരുന്നു ബ്രെഡ് വെക്കേണ്ടി. അപ്പം ഞാനതങ്ങ് വിട്ടുപോയി. ആദ്യത്തേതങ്ങ് വെച്ച് രണ്ടാമത്തെ ബ്രെഡ് ഞാൻ തിരിച്ചു വെച്ചു. അപ്പം ആദ്യത്തേത് എടുക്കാൻ പോയപ്പോഴത്തേന് അതങ്ങ് മുട്ടയിലൊട്ടി. പിന്നെ ഞാനങ്ങനെ ചെയ്തില്ല. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ചൂട് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം പോൾമോനും പ്രിൻസമോനും വെച്ച് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. പക്ഷേ ചീസ് ഉണ്ടായിരുന്നു. ഞാൻ ചീസ് വെക്കാൻ മറന്നുപോയി. ചീസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞ അയ്യോ ചീസ് കൂടെ വെക്കാമായിരുന്നു നല്ലതായിരുന്നെന്ന്. അപ്പോൾ ഒരു ചീസ് കൂടൊക്കെ വെക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഇപ്പോൾ 3-4 ദിവസം പ്രൈസമോനോട് അവധി ആയതുകൊണ്ട് ഇനിയും വ്യാഴാഴ്ച തൊട്ട് പോകണം. ടിഫിൻ പരിപാടിയുടെ ടെൻഷൻ ഇല്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലുമൊക്കെ. ഞാൻ ഇന്ന് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രോ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഇപ്പം മണി 10:30 കഴിഞ്ഞ് അന്നേരം. കാരണം ഈ ഗണപതി ഇന്ന് ഈ സൊസൈറ്റിയിൽ ഇതിനെ കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര കൊട്ടും മേളവും ഇതൊക്കെയായിരുന്നു. എല്ലാ ബിൽഡിങ്ങിൻ്റെയും 5, 6, 7, 8, 9 എല്ലായിടവും ചുറ്റിക്കറങ്ങിയിട്ടേ ഇവരിതിനെ ഒഴുക്കാൻ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ അത്രയും ഈ സൗണ്ട് എല്ലാം കൂടെ ആയതുകൊണ്ട് ഒട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല. എത്ര മണിക്കാണ് ഞാൻ ഒരു 6:45 തുടങ്ങിയത്. 6:45 തൊട്ട് ഈ സമയം വരെ ഈ സൊസൈറ്റിയിൽ നിന്ന് അത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തു വന്നാലും ഇപ്പം അത്രയും സൗണ്ടില്ല. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തുണി കഴുകാനിട്ടു. പിന്നീട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വെണ്ടയ്ക്ക വെള്ളത്തിൽ എടുത്തിട്ടിട്ടുണ്ട്. വെളിയിൽ ഇപ്പോഴും വെടി പടക്കം പൊട്ടിയിലും ഒക്കെയാണ്.
അപ്പം ഞാൻ ഇനി പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി എനിക്ക് ഒക്കത്തില്ല. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ച് അതിലേക്ക് വെണ്ടയ്ക്കയും സവാളയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൂടിട്ട് അതൊന്ന് വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് ചെറിയ തീയിലാവട്ടെ. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കുറേ ആയിട്ടുണ്ട്. ഇനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അരി തിളപ്പിച്ചിട്ടിട്ടുണ്ട്. അതിനെ കുറച്ച് കഴിഞ്ഞ് വാർത്താൽ മതി. മീൻകറി ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. ചൂര മീൻകറിയായിരുന്നു. അപ്പോൾ ഇവന്മാർ രണ്ടും കൂടെ ഉണ്ടല്ലേ, രണ്ടും കൂടെ അവിടെ ഭയങ്കര കളിയാണ്. അപ്പോൾ അവന്മാർ കളിക്കുന്ന എന്തുവാന്നോ, പോളിൻ്റെ കയ്യിലൊരു കൊയിനുണ്ട്, 1 രൂപ കൊയിൻ. അത് ഒരു കയ്യിലവൻ വെക്കും, എന്നിട്ട് മറ്റവനോട് ചോദിക്കും ഏത് കയ്യിലാന്ന്. അപ്പം മറ്റവൻ തെറ്റാ പറയുന്നത്, അതാ കളിക്കുന്നത്. അപ്പം ഡാഡി കഴിച്ചിട്ട് ഡാഡിയുടെ ബോട്ടിൽ കൊണ്ട് തന്നതാണ് വെള്ളം നിറയ്ക്കാൻ. അപ്പം ഞാൻ തുണികളൊക്കെ ആയി. അപ്പം തുണികളൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. അവന്മാരവിടെ കളിയാ, ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊന്ന് ചെയ്യട്ടെ. അവന്മാരുടെ പുറകെ നടന്നാൽ എൻ്റെ ജോലി നടക്കത്തില്ല. അപ്പോൾ തുണികളൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് വെള്ളം ക്യാനിൽ ഒഴിച്ചത്. കാരണം വെള്ളം ഉണ്ടായിരുന്നു. അതിപ്പോൾ ക്യാനൊക്കെ ഒന്ന് കഴിഞ്ഞിനി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ വെക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ രീതിയിലായിട്ടുള്ള ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടത് മൊത്തം ഓർഡറായിപ്പോയി. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരു കൊച്ചു ക്വാണ്ടിറ്റിയുടെ നിങ്ങൾക്ക് കാണേണ്ടിയിട്ട് ഞാൻ ഇടുക. എന്നോട് റെസിപ്പി ചോദിച്ചത് കൊണ്ട് ഞാൻ ഒരു ക്വാണ്ടിറ്റി ഇന്ന് വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ഉരുളി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഞാൻ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 250 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നീ ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കണം. പക്ഷേ ചെറുതായിട്ടായിരിക്കണം അരിയുന്നത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതിൽ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കാരണം എനിക്ക് കൊറിയറൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് കാരണം 2 ദിവസമാണെങ്കിലും കൊറിയറിൽ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു അതങ്ങനെ കേടാവുമോ. വീട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കൊറിയറൊക്കെ ചെയ്യുമ്പം ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്ത് പന്നലാവുമോ എന്നുള്ള പേടിയിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ചിലർ കൊച്ചുള്ളിയൊക്കെ നന്നായി മൂപ്പിച്ച് ചേർക്കും. വെളിച്ചെണ്ണ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണേ. അതിങ്ങനെ മാറ്റിയിട്ടിട്ട് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. തീ ഒത്തിരി കൂടിയാൽ അടിക്ക് പിടിക്കും. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി തീ കുറച്ചേക്കുക. കാരണം തീ കൂട്ടിയിട്ട് ചെയ്താൽ അടിക്ക് ഇങ്ങനെ ഇഞ്ചി പിടിക്കും. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇത് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് തീ ഇച്ചിരി കൂട്ടാം. ഇഞ്ചിയിലെ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടിക്ക് പിടിക്കരുത്. കളറൊക്കെ ഒരു ഇച്ചിരി മാറി തുടങ്ങിയിട്ടുണ്ട്. തീ കൂട്ടിയും കുറച്ചുമൊക്കെ അതൊന്ന് കരിച്ചെടുക്കാതെ മൂപ്പിച്ചെടുക്കാം. അപ്പം ആദ്യം ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഇപ്പം ഈ ഇഞ്ചിയിലെ വെള്ളം വലിഞ്ഞത് കൊണ്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഈ ഇഞ്ചി മൂത്ത് വരുന്ന സാരം ഇതിൽ നിന്ന് ഓയിലൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പം ഞാൻ ഇനി ഇതിങ്ങനെ കോരിയെടുക്കാൻ പോവാം. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതും വീട്ടിൽ ഉപയോഗിക്കാനാ. എനിക്കിപ്പോൾ കൊറിയർ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിയാൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ മൂപ്പ് കുറവായിട്ട് എടുത്താലും മതിയേ. അപ്പോൾ എണ്ണ ഇങ്ങനെ ഊറി ഇറങ്ങുന്ന കണ്ടോ, ഇങ്ങനെ സൈഡിലോട്ട് വെച്ചെണ്ണ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച്. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി നമുക്ക് വെളിയിൽ വെച്ചേക്കാനൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി ഓയിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ
1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂണിൻ്റെ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഈ കടുകൊക്കെ വറുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന കടുകും വറ്റൽമുളകും കറിവേപ്പില എല്ലാം വഴറ്റി പച്ചമുളക് എല്ലാം വഴറ്റിയതിന് ശേഷം ഇഞ്ചി ഇട്ട് വഴറ്റിയാലും നല്ലതാണ്. ഈ ഇച്ചിരി കുറച്ചതിന് ശേഷം നമുക്കിനി കറിവേപ്പിലയും ഒരു 4-5 വറ്റൽമുളക് കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുള്ള അടിക്കട്ടിയുള്ള പാത്രമാണ് ഇൻഡാലിയത്തിൻ്റെ. അതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് ഞാൻ തീ ഏറ്റവും കുറച്ചിട്ടേക്കോ വേണേ. അങ്ങനെയുള്ള പാത്രമാണെങ്കിൽ തീ ഓഫാക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ തീ കൂടുതലാണെങ്കിൽ അത് മൂത്ത് സ്മെല്ലെടുത്ത് മൂക്കിൽ പ്രയാസം വരുമേ. അതായത് ആ പച്ചമുളക് ഇതിപ്പം നല്ല വിളഞ്ഞ പച്ചമുളക് കൂടെ ഞാനങ്ങ് തീ ഓഫാക്കി. അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരും. ഞാനിപ്പോൾ അങ്ങോട്ട് ആ എണ്ണയ്ക്കകത്ത് നിന്ന് അങ്ങോട്ട് സൈഡിലോട്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ പാത്രം എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് തീ ഒന്നീ ഓഫാക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച തീയിൽ ചെയ്ത് വേണം ഈ പച്ചമുളകൊക്കെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടേക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എരിവ് കുറവ് മതിയെങ്കിലും 1 ടീസ്പൂണിനാണേലും ചേർത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കുഴപ്പമില്ലായിരുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ എണ്ണയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ടങ്ങ് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഓണാക്കുന്നുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ഇഞ്ചിയും ആ കറിവേപ്പിലയൊക്കെ ഇല്ലേ, അത് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെവിടിയതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടി ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളി ഞാൻ ഇപ്പോഴും തീ ഓണാക്കിയില്ല കേട്ടോ. ഇതിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓണാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ഇത്രയും മുരിച്ചെടുക്കണ്ട. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഇഞ്ചി ആദ്യം വഴറ്റിയിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്താലും മതി. കടുകൊക്കെ വറുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്താലും മതിയേ. ഞാനിവിടെ ഒരു 125 ഗ്രാം പുളി ഇങ്ങനെ നന്നായി ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പുളി ഇട്ടിട്ട് നന്നായി ഞെവിടി അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചില പുളിക്കകത്ത് ഇങ്ങനെ മണൽ പോലെ കാണും. അപ്പോൾ ഇതിലേക്കൊരു 3 കപ്പും ഒരു ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു. അത്രയും പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളി ഇഞ്ചി എന്നല്ലേ പറയുന്നത്. അപ്പോൾ പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. അപ്പോൾ 250 ഗ്രാം ഇഞ്ചി എടുത്ത് 125 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ തീ ഓണാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇച്ചിരി നേരം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടൊന്ന് കൊടുക്കുക. കാരണം പുളിക്കകത്ത് ഉപ്പ് കാണും, അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇത് ഇങ്ങനെ തിളക്കട്ടെ. അപ്പം ഞാനിതിൽ ശർക്കര എടുക്കുന്ന അളവ് ഞാൻ 100 ഗ്രാം ശർക്കര എടുത്തു. എന്നിട്ട് നിങ്ങൾ ആദ്യം 100 ഗ്രാം ഇടണ്ട. ആദ്യം ഞാൻ അതിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഇപ്പം ഇച്ചിരി പുളിയും മധുരവും എരിവും അങ്ങനെയൊക്കെയാണ് ഇതിന് നിൽക്കേണ്ടത്. അപ്പം ഞാനിത് ലാസ്റ്റിൽ എനിക്കൊരു 1/2 ടേബിൾ സ്പൂണോളം അധികം ഞാൻ വെച്ചിരുന്നത് 100 ഗ്രാമിൽ. അത്രയും ഞാൻ ചേർത്തു. അപ്പോൾ എനിക്ക് അത്രയുമായിരുന്നു വേണ്ടിയത്. പിന്നെ നിങ്ങൾക്ക് മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെങ്കിൽ അതനുസരിച്ച് നിർത്താം. എന്നിട്ട് നമ്മളിത് ഒന്ന് വറ്റിച്ചെടുക്കണം. കുറേ സമയം എടുത്ത് ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂറോളം എടുത്ത് അത് ഒന്ന് വറ്റി വരാനായിട്ട്. ഒത്തിരി അങ്ങ് വെള്ളം ആവല്ല, എന്നാൽ ഒത്തിരി അങ്ങ് കുറുകിയിരിക്കല്. കാരണം ഇനി ഇത് ഈ പാത്രത്തിരുന്ന് ഈ സ്റ്റേജിൽ ഞാൻ ഓഫാക്കാൻ പോവാ. ഇതിനി പാത്രത്തിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് ഏതാണ്ട് ഈ പരുവത്തിലായി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം പുളിയിഞ്ചി നമ്മൾ സൈഡിൽ ഇങ്ങനെ സൈഡ് ഡിഷ് ഇങ്ങനെ തൊട്ടുകൂട്ടാനായിട്ടാണ് എടുക്കുന്നതെങ്കിലും നമുക്കിത് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം. അതേ ടേസ്റ്റും അതേ ഇതുമായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കേ. പലയിടത്തും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം ആ ഓയിലല്ല. നമ്മൾ ഒത്തിരി ഓയിൽ ഒഴിച്ചില്ല. ഞാനൊരു 4 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒഴിച്ച് 5 ടേബിൾ സ്പൂണോളം ഒഴിച്ചാണ്. അതുകൊണ്ട് അരുവിന് മൊത്തം എണ്ണ വന്ന് നിൽക്കുന്നതുണ്ടോ. അപ്പോൾ വാങ്ങിച്ചവരൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്ന സമയത്ത് ഇവിടെ ഒരാടെ കോഷ്ടി കാണീര് നോക്കിക്കോണേ. ഞാൻ ആദ്യം ഇങ്ങനെ എടുത്ത് പിന്നെ കാണാതെ ഞാൻ അല്ലാതെ എടുത്ത്
ഓരോന്നോർത്ത് പുഞ്ചിരിക്കുകയും ചിരിക്കുകയൊക്കെയാണ്. എടാ, നിന്നോട് ഞാൻ സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞോ? ഞാൻ പടിയെടുക്കുവോ പ്രൈസൻ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.